ശിശുദിനമൊക്കെ ആയിട്ട് ഇന്ന് നമുക്ക് നല്ലൊരു മധുരം തയ്യാറാക്കിയെടുത്താലോ? ഒരു വൈറ്റ് ലഡു തന്നെ ആയിക്കോട്ടെ അല്ലേ? ഞാൻ മോൾക്ക് സ്കൂൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത കേട്ടോ. മോൾക്ക് സ്കൂളിലേക്ക് വൈറ്റ് കളറിലുള്ള സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കി കൊടുത്തതായിരുന്നു കേട്ടോ മോൾക്ക് വേണ്ടിയിട്ട്. വൈറ്റ് കളറിലുള്ള കോക്കനട്ട് ലഡു ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് 4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ നെയ്യിലിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ ഒരു കളറ് ചേഞ്ച് ആവരുത്, സ്മെല്ലൊക്കെ മാറി ഒന്ന് നെരിഞ്ഞ് വരുമല്ലോ, ആ രീതിയിലാക്കി എടുക്കുക. അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്മെല്ലൊക്കെ ഒരു അടിപൊളി വറുത്ത സ്മെല്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. 4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് 1.25 കപ്പ് പാലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും പാലെത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പാൽ ഇതിലേക്ക് കറക്റ്റാണ്. അപ്പോൾ അത് ഈ ഒരു അളവിൽ തന്നെ എടുക്കുക കേട്ടോ. ഈ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയായിട്ട് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് കറക്റ്റാണ്, 1.25 കപ്പ് പഞ്ചസാര. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഇങ്ങനെ അലിഞ്ഞ് വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. പഞ്ചസാരയൊക്കെ മെൽറ്റായതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. പിന്നെ അതിലേക്ക് ഒരു 4 ഏലക്കയുടെ സീഡ്സ് ചതച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്താലും മതി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചിരുവിയിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് 1/2 കപ്പ് പാൽപ്പൊടിയാണ്. അതും കൂടി ഉണ്ടാകുമ്പോഴാണ് അത് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ പാൽപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ അതുണ്ടെങ്കിൽ ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കാഷ്യൂസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ രീതിയിലാക്കി എടുക്കുക കേട്ടോ. നമ്മൾക്കിങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ഈ രീതിയിലായിട്ട് കിട്ടണം. ഈ രീതിയിലാവുമ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഓരോന്ന് ഇതുപോലെ നല്ല ക്രാക്സ് വീഴാതെയുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഇത്രയും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള വലുപ്പമായിട്ടാണ്, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാൻ ലഡു ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് വീണ്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിലേക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം, എന്നാലേ കാണാനൊരു മൊഞ്ചു കൂടി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാട്ടോ ഒന്നുകൂടെ സെറ്റായിട്ട് കിട്ടുള്ളൂ. ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു അലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കറക്റ്റ് ഇതുപോലെ സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.